ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒരേപോലെ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ്, ഒരു ചാട്ടാണ് റഗഡ പാറ്റീസ്. അത് ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ റഗഡ പാറ്റീസിന് ആവശ്യമായ മസാല റെഡിയാക്കാനായിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്, കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഒരു കടായി വെക്കുക. കടായി ഒന്ന് ചൂടായ ശേഷം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാക്കുക. അതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കായം കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് പാറ്റീസ് ഉണ്ടാക്കാം. പാറ്റീസിന് ആവശ്യമായ ഇവിടെ ഒരു 6 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായി പാറ്റീസിന് ആവശ്യം മസാല: 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കായം, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അടുത്തായി ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് അവല് നനച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മസാല എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായവും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മസാല പാറ്റീസിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഓരോ ഉരുളകളാക്കി ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. അടുത്തായി മറ്റൊരു കടായി വെക്കുക. ആ കടായി ഒന്ന് ചൂടാവുന്നോടം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് ഓയിൽ ആഡ് ചെയ്യുക. ഒന്ന് ചൂടായതിനു ശേഷം കടായി ഒന്ന് ചൂടായതിനു ശേഷം ഓയിൽ ആഡ് ചെയ്ത് എല്ലായിടത്തും സ്പ്രെഡ് ആക്കുക. ഒന്ന് ഓയിലെല്ലാം ചൂടായതിനു ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരുന്ന ഓരോ പാറ്റീസ് ആഡ് ചെയ്ത് നല്ലോണം 2 സൈഡും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക.
ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് റഗഡ പാറ്റീസ് റെഡിയാക്കി എടുക്കാം. നല്ല എമ്മി റഗഡ പാറ്റീസ്. ആദ്യം തന്നെ ഇവിടെ ഗ്രീൻ ചട്നി എടുത്തിട്ടുണ്ട്. ഗ്രീൻ ചട്നി ഓൾറെഡി പാനിപ്പൂരിയുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടർമറൈൻ ചട്നി, പുളിയുള്ള ചട്നിയും പാനിപ്പൂരിയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പച്ചപ്പട്ടാണിയുടെ മസാല, പിന്നെ സേവ് എടുത്തിട്ടുണ്ട്, ചെറിയ സേവ്, സവാള, തക്കാളി, പാറ്റിസ്, ഉണക്കമുന്തിരി, കപ്പലണ്ടി, പിന്നെ ഇതുപോലൊരു ചെറിയൊരു പ്ലേറ്റും. അടുത്തതായി നമുക്ക് പാറ്റീസ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ 2 പാറ്റീസ് പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചില്ലേ ഗ്രീൻ പീസിൻ്റെ മസാല, അത് ഒരു ചെറിയൊരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു തക്കാളി എടുത്തായിരുന്നു, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സവാള എടുത്തായിരുന്നു, സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം സേവ് ആഡ് ചെയ്ത് കൊടുക്കുക. സേവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മിക്സ്ചർ ആഡ് ചെയ്താലും മതിയാവും. പിന്നെ അതിനുശേഷം ടർമറൈൻ ചട്നീൻ്റെയും ഗ്രീൻ ചട്നിയുടെയും വീഡിയോ ഞാൻ പാനിപ്പൂരിയുടെ വീഡിയോയിൽ ചെയ്തായിരുന്നു. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, കയറി കാണുക. അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ടർമറൈൻ ചട്നി 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തായിരുന്നു, ഗ്രീൻ ചട്നി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായി നമ്മുടെ ഉണക്കമുന്തിരി, കപ്പലണ്ടി ആഡ് ചെയ്ത്, റോസ്റ്റഡ് കപ്പലണ്ടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കൈവശം പൊമഗ്രാനേറ്റ് മാതളം ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം തക്കാളി ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ റഗഡ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം, ഉണ്ടാക്കി നോക്കണം. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക.